ഒരക്കാതെ വർത്താനം പറ. കൈപൊക്കി നിൽക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും വെടിവെക്കാറില്ല. ആരാണാവോ? മോനായി. ഇല്ല, മോനൊന്നും ആയിട്ടില്ല. ഒറ്റ മാസം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. അരെ ചുപ്രകൾ താളെ. ബോംബെ അതോ ലോകത്തെ കിടുകിട വിറപ്പിച്ച ഒരേ ഒരു പ്രൊഫഷണൽ കില്ലർ മോനായി. അല്ല, ഇതെന്താ ഇപ്പൊ ഇങ്ങോട്ടെന്താ എന്നെ കൊല്ലാൻ നോക്കണത്? തന്നെയല്ലേ തട്ടേണ്ടത്? അയ്യോ, ഞങ്ങൾ ഫോട്ടോ അയച്ചു തന്നില്ലായിരുന്നാ? ആ, ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ ഫോട്ടോ അയച്ചു തരിക. അല്ലാതെ തിരിച്ചറിയൽ കാർഡ് അയച്ചു തന്നാൽ ആ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ നോക്കി ഞാൻ ആളെ എങ്ങനെ തിരിച്ചറിയും മിസ്റ്റർ? ചെറിയൊരു കയ്യപ്പോ. ഇനിയിപ്പോ ആരെയാ നമുക്ക് തട്ടേണ്ടത്? കിടക്കണണ്ട, ആ സാധനത്തിനാണ് തട്ടേണ്ടത്. എങ്ങനെ തട്ടണം തനിക്ക് തീരുമാനിക്കാം. വെടിവെച്ച് വന്നോ? വെടിവെച്ച് കൊല്ലല് നടക്കില്ല. എന്താണ്? കാരണം ഞാനിപ്പോ വന്നപ്പോ ഒരു ഷോ കാണിച്ചില്ലേ, തോക്കിലെ ഉണ്ട എല്ലാം മിസ്സായി പോയി. തോക്കാണ്. എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലണ്ടേ? ധൈര്യമായിട്ടിരിക്കെ. ഈ സൂട്ട് കേസ് നിറയെ വെപ്പൺസ് ആണ്. ഏത് കത്തി വേണമെന്ന് തനിക്ക് തീരുമാനിക്കാം. ഈ കത്തി എടുത്തു. ആ കത്തിന്റെ പിടിയോട് ഇരിക്കുന്നു. എന്നാ പിന്നെ ഈ കത്തി എടുക്കും. അയ്യോ, അത് ബോസ് കരിക്കരിയാണ് കത്തിയാണ്. എന്നാ പിന്നെ ഇതെടുക്ക്. ചാളവട്ട കത്തിയാണ്. ലേസൻസ് അതെ, കില്ലർ ചെയ്യാൻ വല്ല ചില്ലറെന്നു പറഞ്ഞു വരുമോ? പേടിക്കേണ്ട മിസ്റ്റർ. നമുക്ക് ഗറില്ല യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അമ്പും വില്ലും ഉപയോഗിച്ചാൽ. അല്ല, ഈ രൂപത്തിന് ഗറില്ലയുടെ സംഭവം തന്നെ വേണം. അല്ല, നമുക്ക് ആ ഭാഗത്ത് ഒരു ഏറുമാറം കെട്ടേണ്ടി വരും. എന്നിട്ട് 3 ആഴ്ച അതിന്റെ മുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് ഈ സാധനത്തിൽ കത്താൻ പറ്റും. അതെ, ഒറ്റ മാസം ഒന്നും വന്ന് കെട്ടി വലിച്ചുന്ന സാധനം ഇത്. ഇപ്പൊ മാസം 3 ആയി. ഈ താൻ ഏറുമാടം കെട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് ഉന്നവും പഠിച്ചു വരുമ്പോൾ ഇത് ലൈഫ് ലോങ് ആയി പോകണോ? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ കഴുത്തങ്ങ് കണ്ടിച്ചിട്ട് ഒരു ഡ്രമ്മിലേക്ക് എടുത്തിടാം. അവിടെ കിടന്ന് പിടച്ച് ചത്തോളൂ. ഇറച്ചിക്കോയുടെ പരിപാടി ഉണ്ടായിരുന്നല്ലേ? ഒന്നുമില്ല. ഓണം, വിഷു, റംസാൻ ആഘോഷങ്ങൾ എന്തു ആയിക്കോട്ടെ, ഓനായി കോഴി കൊന്നിരിക്കും. ഒരു കിലോ എടുക്കട്ടെ. ഇവിടെ ഇറച്ചിയോട്ടം വന്നല്ല, ആളെ കൊല്ലം വന്ന. എങ്ങനെ കൊല്ലണം അത് പറയൂ. എങ്ങനെ കൊന്നാലും വേണ്ടില്ല, വേദനിപ്പിക്കരുത്. എങ്കിൽ നമുക്ക് കരിക്കല്ലിൽ ഇടിച്ചു കൊന്നാലോ? വേദനിപ്പിക്കാതിരുന്നാ മതി. ഓക്കെ, ഞാൻ എന്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. I will kill you. എന്നെ ആയു ആണോ? താനെന്തിനാ എന്റെ പറയാ വരുന്നത്? അല്ല, ചുമ്മാ കണ്ടോണ്ടിരിക്കല്ല. എന്നിട്ട് വേണം കോടതിയിൽ പോയി ഞാനാണ് കൊന്നതെന്ന് സാക്ഷി പറയാനല്ലേ? അതിപ്പോ മനുഷ്യ പിന്നെ ഉണ്ടതിനകത്ത് നോക്കുമ്പോണ്ടാണ് എന്നെ പിടിയോക്കുമ്പോ. എനിക്ക് വേണ്ടത്. പക്ഷേ ചോര കണ്ടറപ്പ് മാറിയവനാണ് മോനായി. മോനായിക്ക് മുന്നിൽ സെന്റിമെന്റ്സ് ഇല്ല. ഞാൻ എന്റെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. കുറുമ്പ് കാണിച്ച അടി മേടിക്കട്ടെ നീ. അമ്മ 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 കണ്ടെത്തി, ഞാൻ എന്റെ അമ്മയെ കണ്ടെത്തി. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது. அம்மா என்றழைக்காத உயிரில்லையே, അമ്മാവൈ വണങ്ങാതെ. എന്റെ പൊന്നു, പെറ്റതള്ളല്ലാത്തതുകൊണ്ടാണ് ഒടുക്കത്തെ. എന്നാലും ഇന്നോട് ഞാൻ പ്രൊഫഷണൽ കിട്ടുന്ന മോനായി അല്ല. എന്റെ അമ്മയുടെ സ്നേഹം അറിയാത്ത അമ്മയുടെ ഉണ്ണിക്കുട്ടനെ പറയിക്കോ. ഇത്ര പെട്ടെന്ന് ഫിനിഷ് ചെയ്താ? എന്തിനാണ് നീ തള്ളത്? നിങ്ങളൊരു അച്ഛനാണോ? ആരാ? എന്തേ നിന്റെ അച്ഛനാവണത്? സ്വന്തം മകനെ കത്തി കൊടുത്തയച്ച് സ്വന്തം അമ്മയെ കൊല്ലിക്കാൻ ശ്രമിക്കുക. ഈശ്വര, ഈ പാപമൊക്കെ ഞാൻ കൊണ്ടുപോയി വീട്ടും. പിതാവേ പറയൂ, എവിടെയാണ് വായിച്ചത്? എന്തിനാ കാര്യം ഉണ്ടാവും? എനിക്ക് പാപത്തിന്റെ കറങ്ങ് കഴിക്കണം. എന്റെ ദൈവം, ഇതെന്തൊക്കെ ഇവിടെ നടക്കണത്? എന്നെക്കാളും 10-15 വയസ്സ് മുമ്പുള്ള ഒരു തള്ളേനെ ഞാൻ കെട്ടേണ്ടി വന്നു. ഇപ്പൊ എന്നെക്കാളും 5 വയസ്സ് മുമ്പുള്ള ഒരു മോനി എനിക്ക് വന്നേക്കണത്. ഈ തള്ള കാരണം ഞാൻ ഇനി ആരുടെയൊക്കെ മക്കളായിട്ട് ജനിക്കേണ്ടി വരും ദൈവമേ. 6 മാസങ്ങൾക്ക് ശേഷം അമ്മോ, ചമട അടിച്ചു കൂട്ടി. ഈ തള്ളക്ക് കഷായം ഉണ്ടാക്കി ഞാൻ ചാവുള്ളൂ. 1 മാസം കൊണ്ട് ഇപ്പൊ 6 മാസമായി. ഇതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ തന്തേനെ തള്ളേനെ. ഒരാളെ കാണാം. എവിടെയാണ് കണ്ടിട്ട് ഒരാളായല്ല. എന്നെ അനുഗ്രഹിക്കണം. എന്താണ് കാര്യം? എന്താണ്? വീട്ടിൽ ഒരേ നിർബന്ധം, വേറെ കല്യാണം കഴിക്കണം. നിന്റെ അച്ഛനായിരിക്കും. ഞാൻ തന്നെയാ. പിന്നെ എത്ര നാൾ വെച്ചിട്ടാ ബാബുവിനെ കാത്തിരിക്കുന്നത്? ആ 18 തള്ളയാണെ ചാവൂല്ല, നമ്മുടെ കല്യാണം ഒട്ടും നടക്കുകയില്ല. അവസാനം
ഇന്ന് രാവിലെ 10:30 എന്റെ കല്യാണമായിരുന്നു. ആണോ? ഞാൻ ഒറ്റയ്ക്കല്ല, ചേട്ടനുണ്ട്. എന്നാ വെളി ചേട്ടാ, ഈ ലഗ്നത്തിൽ വിഘ്നന്റെ ഒരു അഭാവം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോ അങ്ങനെ കൗടിയിട്ട് നോക്കിയപ്പോ കൗടി നേരെ എന്റെ നേരെ നിൽക്കുക. അപ്പൊ ഞാൻ വെച്ച കണിക്കാൻ ഞാൻ തന്നെ വിധി കൊണ്ടു അങ്ങനെ കെട്ടി. കണിയാനെന്ന് വന്നേ നീമ്പ കണിയാനപ്പ ഇതിന്റെ ഇടയിൽ കിടന്ന് കബഡി കളിക്കായിരുന്നല്ലേ? ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചോദിക്കട്ടെ, എന്താണ് എന്റെ തലയിൽ കെട്ടിവെച്ചെന്ന സാധനം കണിയാന്റെ വല്ല ബന്ധു വല്ലതാണ്? അമ്മ വഴി ചെറിയൊരു ബന്ധമുണ്ട്. എന്താണ്? ഒരു വകയിലൊരു മൂത്തമ്മ ഇട്ടു. ബാബുട്ട് ഇനി അതും ഇതൊന്നും പറയണ്ട. എന്തായാലും ബാബുട്ടിന് ഒരു ജീവിതമായി, ഞങ്ങൾക്ക് ഒരു ജീവിതമായി. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കല്യാണ റിസപ്ഷൻ ആണ്. ബാബുട്ടൻ തീർച്ചയായിട്ടും വരണം. പഴയതൊക്കെ മനസ്സിൽ വെച്ച് ഭാര്യയും ഭർത്താവും കൂടി വരാതിരിക്കരുത്. ഞാനും ഭാര്യയും ഭർത്താവും ഒന്ന് കൊച്ചൊറ്റക്കായി പോകൂലേ? അതിനൊക്കെ കൊച്ചായോ? അല്ല ഇതൊക്കെ അതാവാനാണ് പാട്. ഉണ്ണിക്കുട്ടാ ഉണ്ണിക്കുട്ടാ എവിടെ? നല്ല വളർന്നേ. അച്ഛ ബോൺവിറ്റ കിട്ടിയില്ല. മനസ്സിലായില്ല? ഇതേതാ ഈ ആന്റിയൊക്കെ? അയ്യോ ഈ ആന്റിനെ മനസ്സിലായില്ലേ? ഇല്ല. കുറച്ച് നാൾ മുമ്പ് അച്ഛൻ്റെ സ്ലിപ്പായി പോയതാ. പിന്നെ അങ്കിള് പുള്ളിയാണ് കഷ്ടപ്പെട്ട് അതിനെ സ്ലിപ്പാക്കിയത്. ഇതിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? പെണ്ണെന്ന് പറഞ്ഞ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്. പക്ഷെ നീയൊക്കെ കൂടി എന്റെ തലയെ കെട്ടി വെച്ചാ ഞാൻ എന്ത് പേര് വിളിക്കൂടി? ചേട്ടാ, വന്നി ഇതെന്തിനാണ്? ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്നെ പൊന്നു ദൈവമേ, നീ ഇതിനെ മേലോട്ട് എടുക്കില്ല. എന്നെ ഇതിലൊന്ന് മേലോട്ട് എടുത്തിട്ട് പോ. അയ്യോ, സമ്മാനദാനത്തിന്